PSC ഡയറിയിലേക്ക് സ്വാഗതം. കേരള PSC അടുത്തിടെ പുറത്തിറക്കിയ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 7 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ തന്നെ മറ്റു പല സബ്ജക്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ കേരളം, ഭരണവും ഭരണ സംവിധാനം, സയൻസ്, IT, ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സന്ദർശിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. നമുക്കിപ്പോൾ 8ാമത്തെ സെറ്റാണിത്. ഇത് ലോക ഭൂമിശാസ്ത്രം എന്നാണ്. ഈ ലോക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവ പരിഗണിക്കുക. അതിൽ ശരിയായ ക്രമമാണ് ചോദിക്കുന്നത്. വിസ്തീർണാടിസ്ഥാനത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ശരിയായ ക്രമം ഏതെന്നാണ്. അപ്പോൾ ഇവിടെ ചൈന കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, കസാക്കിസ്ഥാനുണ്ട്, അല്ലേ? ഇതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ്. നമുക്കറിയാം, ചൈന ഇന്ത്യയേക്കാൾ വലിയ രാജ്യമാണ്, അല്ലേ? ചൈന. അപ്പോൾ അത് ഒന്നാമത് വരണം, ചൈന. അപ്പോൾ ഒന്നാമത് കിടക്കുന്നത് ഇതെല്ലാം ഒന്നാം സ്ഥാനം, ഇത് വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ കിടക്കുന്നത് ഇതും അല്ല. ഈ 3 ഓപ്ഷൻ, A, C, D എന്നീ 3 ഓപ്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് വരുന്നത്. ഒന്നാം സ്ഥാനത്ത് ചൈന. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ വലുത് ഇന്ത്യയാണ്, ചൈന കഴിഞ്ഞാൽ. അപ്പോൾ 1ഉം 2ഉം വരണം. 1ഉം 2ഉം വരുന്നത് ഇത് 1ഉം 2ഉം വരുന്നുണ്ട്, അല്ലേ? ഇത് 1ഉം 2ഉം വരുന്നുണ്ട്. ഇത് പക്ഷേ ഇത് 1ഉം 2ഉം വരുന്നുണ്ട്. ഇവിടെ ഇത് കറക്റ്റ് അല്ല. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഈ 2 ഓപ്ഷനേ ഉള്ളൂ, അല്ലേ? 2 ഓപ്ഷൻ. ഇനി ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ പിന്നെ വലുത്, ഇന്തോനേഷ്യയേക്കാൾ വലുത് കസാക്കിസ്ഥാനാണ്. അത് 3ാം സ്ഥാനം ഇതിനാണ്, കസാക്കിസ്ഥാനാണ്. അപ്പോൾ 1, 2, 4 എന്നുള്ളൊരു ഓപ്ഷൻ വരണം. 1, 2, 4. അപ്പോൾ ഇതല്ല. 1, 2, 4 ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ട് വരുന്നത്. കാരണം ശരിക്കും ആ വലിപ്പത്തിൻ്റെ ഓർഡർ വരുന്നത് 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ കസാക്കിസ്ഥാനാണ്. കസാക്കിസ്ഥാൻ കഴിഞ്ഞ് ലാസ്റ്റാണ് ഇന്തോനേഷ്യ വരുന്നത്, ഇന്തോനേഷ്യ. അപ്പോൾ അതാണ് ശരിയായ വലിപ്പത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ലോക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇത് കുറെ കൂടി ക്ലിയർ ആയിട്ട് പോകും. ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഓരോ സബ്ജക്റ്റും ഉണ്ട്. ആ സബ്ജക്റ്റിലെ വിവരങ്ങളാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സബ്ജക്റ്റുകൾ തുടർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ ഭരണഘടനയുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ഓൾറെഡി ഭരണഘടനയുടെ 2 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. പുസ്തകത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളിലെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രസ്താവനകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സബ്ജക്റ്റുകൾ പഠിക്കുകയാണെങ്കിൽ ഈ പ്രസ്താവനകൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത 2ാമത്തെ ചോദ്യം എന്തെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഫ്രിക്കയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏത്? ആഫ്രിക്കയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന നോക്കുക. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ്, അല്ലേ? ഇത് മിക്കവാറും നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ഈ ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഭൂമധ്യരേഖയൊക്കെ കടന്നു പോകുന്ന ഏക വൻകരയാണെന്ന് പഠിക്കുന്നൊരു പോയിന്റാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അത് നമുക്കറിയാം. ആഫ്രിക്കയെക്കുറിച്ചുള്ള കീ പോയിന്റാണത്. ഇനി അടുത്ത ബി സ്റ്റേറ്റ്മെന്റ് നോക്കുക. 4 അർദ്ധഗോളങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഏക വൻകര എന്നാണ്. 4 അർദ്ധഗോളങ്ങളുമായി. പക്ഷേ ഇത് 4 അർദ്ധഗോളങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമല്ല. എന്നാലും ഇത് ഈ പുസ്തകത്തിൽ ശരിയായിട്ടാണ് ഈ പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അടുത്ത സി നോക്കുക. ഏറ്റവും ജനസാന്ദ്രത കൂടിയ വൻകര എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ വൻകര എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഇതിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ പുസ്തകത്തിൽ, ഈ ടെക്സ്റ്റിൽ നമ്മുടെ ആഫ്രിക്കയെ സംബന്ധിച്ച് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് 2ലെ C ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് പറയുന്നത്. അത് ഏറ്റവും ജനസാന്ദ്രത കൂടിയത് എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ വൻകര എന്ന് പറയുന്നത് തെറ്റാണ്. അതിൽ
കാരണം പറയാല്ലേ, നമ്മുടെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ളത് നമ്മുടെ ചൈനയ്ക്കും ഇന്ത്യക്കുമാണ്. അത് ഏഷ്യയിലാണ് വരുന്നത് അല്ലേ, ഏഷ്യയിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ വൻകര എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. രണ്ടാമത്തെ ഡി എന്ന് പറയുന്നത് നോക്കുക, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര എന്നാണ് പറയുന്നത്. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് തെറ്റ് അല്ലേ. ബാക്കി എയും ബിയും ഡിയും ശരിയാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടിക, 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ കളർ അല്ലെ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത പട്ടികയിൽ ആ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഏകദേശ ധാരണയുള്ളതാണ് അല്ലേ. ഇപ്പോൾ മഞ്ഞ നിറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 ഡി ആയിട്ടാണ് വരേണ്ടത്. 1 ഡി, മഞ്ഞ നിറം കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 1 ഡി വരുന്ന ഓപ്ഷൻ നോക്കുക. 1 ഡി ഇതുണ്ട്, 1 ഡി അല്ലേ. 1 ഡി ഇതുണ്ട്, ഇതൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റി. കാരണം നമുക്ക് ഉറപ്പാണ് മഞ്ഞ നിറം എന്ന് പറയുന്നത് ശരിക്കും കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തവിട്ട് നിറം എടുത്താലും അല്ലേ, തവിട്ട് നിറം എടുത്താൽ അത് കുന്നുകളാണ്. കാരണം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പുസ്തകത്തിൽ സ്കൂൾ ടെക്സ്റ്റിൽ SCRT ടെക്സ്റ്റിലുള്ളതാണ്. തവിട്ട് നിറം കുന്നുകളാണ്. അതായത് 4 എന്ന് പറയുന്നത് എ വരണം. 4A നോക്കാനാണെങ്കിലും 4A വെച്ച് നോക്കാനാണെങ്കിൽ ഈ 2 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം 4A കണ്ട. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. 1 ഡി ആണ്. മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. അടുത്തത് വെളുപ്പ് നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെയാണ്. വെളുപ്പ് നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയാണ് വെളുപ്പ് നിറം സൂചിപ്പിക്കുന്നത്. അതേപോലെ പച്ച നിറം വനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വനത്തെ. തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് കുന്നുകളെ. ഇതറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. SCRT ടെക്സ്റ്റിലെ പോയിന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ പരിശോധിച്ചാൽ അറിയാം, ഈ പരീക്ഷകൾക്ക് വരാൻ പോകുന്ന അത്യാവശ്യം വേണ്ട ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ ഏത് സമയത്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന 1 നോക്കുക. ഭൂവൽക്കത്തെയും തൊട്ടടുത്ത പാളിയായ മാൻഡിലിനെയും വേർതിരിക്കുന്ന വിച്ഛിന്നതയാണ് മൊഹറോവിസിക് വിച്ഛിന്നത എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഭൂവൽക്കം അല്ലെ, ഭൂവൽക്കം. അതെ, ഭൂവൽക്കം. അത് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? മാൻഡിലാണ് അല്ലെ. ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഈ മുകൾ ഭാഗം അല്ലെ, ഇതാണ് ഭൂവൽക്കം അല്ലെ. ഇത് ലൈറ്റ് കളറിൽ കാണുന്നത് മാൻഡില് അല്ലെ, മാൻഡില്. ഇത് ഈ കാണുന്നത് കോർ അല്ലെങ്കിൽ അകക്കാമ്പെന്നാണ്. അപ്പോൾ ഈ ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിൽ ആണ് മൊഹറോവിസിക് വിച്ഛിന്നത എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം ഭൂവൽക്കത്തിനും, അതായത് ഈ കാണുന്ന, അതായത് ഈ കാണുന്നത് ഇതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു പാളി ഉണ്ടല്ലോ ഭൂവൽക്കം, കണ്ട. ആ ഭൂവൽക്കത്തിനും അതിൻ്റെ താഴെ അടുത്തൊരു പാളിയുണ്ട്, ഇത് കണ്ട, അത് മാൻഡിൽ. പിന്നെയാണ് ഈ കോറ്. അപ്പോൾ ഭൂവൽക്കത്തിനും നമ്മുടെ മാൻഡിലിനും ഇടയ്ക്ക് മൊഹറോവിസിക് വിച്ഛിന്നതയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, മാൻഡിലിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അത് ഈ മാൻഡിലും ഈ അകക്കാമ്പും ഇതിനിടയ്ക്കുള്ളതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. 2 പ്രസ്താവനകളും ശരിയാണ് അല്ലെ. 2 പ്രസ്താവനകളും ശരിയാണ്. അതായത് 4C ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം നമുക്ക് നോക്കാം എന്താണെന്ന്. അഞ്ചാമത്തേതും 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം, ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം, ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര, കരബദ്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര. ഇനി ആ വൻകരകൾ വടക്കേ അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ആഫ്രിക്ക ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ പ്രസ്താവനകൾ നോക്കാം. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ഏതാണ്? അത് നമുക്കറിയാം. ഏതാണ്? ആഫ്രിക്കയാണെന്നറിയാം അല്ലെ. ആഫ്രിക്കയാണെന്നറിയാം ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം. അപ്പോൾ ആഫ്രിക്ക വരുന്നത് D ആണ്. 1D അല്ലേ. 1D വരുന്നത്, ഇത് 1D ആണ്.
ഇതും ബാക്കിയുള്ളതെല്ലാം പോയി അല്ലേ. ഇത് 1 D. അപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. 1 D ആണ്. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. ഇനി രണ്ടാമത്തേത് ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് അത് പിന്നെ ഇവിടെ തണുപ്പ് കൂടിയത് അന്റാർട്ടിക്ക ഉണ്ട് അല്ലേ. അന്റാർട്ടിക്ക 2C വരുന്നുണ്ട്. 2C അല്ലേ. 2C എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. കണ്ട, ഏറ്റവും തണുപ്പ് കൂടുതൽ അന്റാർട്ടിക്കയിലാണ്. ഏറ്റവും തണുപ്പ് കൂടിയ ചിലർ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യും അന്റാർട്ടിക്കയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ അല്ലേ. ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് 2C ആണ് അല്ലേ. അന്റാർട്ടിക്കയാണ് വരുന്നത്. ഇനി ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര അതേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3B ആണ് വരുന്നത് അല്ലേ. യൂറോപ്പാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര യൂറോപ്പാണ്. ഇനി കരബദ്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര എന്നാണ് അല്ലേ. അത് 4A വടക്കേ അമേരിക്കയാണ് അതിൽ വരുന്നത്. വടക്കേ അമേരിക്ക. അപ്പോൾ എന്താണ്? ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള വൻകര അത് യൂറോപ്പ്. കരബദ്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞു. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാനൈറ്റിന്റെ കായാന്തരിത രൂപമാണ് നൈസ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും +2 ജോഗ്രഫി കറക്റ്റായിട്ട് പഠിക്കുക. അതിനകത്ത് നിന്നാണ് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ +2 ടെക്സ്റ്റിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റിന്റെ കായാന്തരിത രൂപമാണ് നൈസ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചുണ്ണാമ്പ് കല്ലിന്റെ കായാന്തരിത രൂപമാണ് മാർബിൾ. അതും ശരിയാണ്. ചുണ്ണാമ്പ് കല്ലിന്റെ കായാന്തരിത രൂപമാണ് മാർബിൾ. അതേപോലെ ബസാൾട്ടിന്റെ കായാന്തരിത രൂപമാണ് ഷിസ്റ്റ്. ശരിയാണ്. ബസാൾട്ടിന്റെ കായാന്തരിത രൂപമാണ് ഷിസ്റ്റ്. ഇനി ഷെയിലിന്റെ കായാന്തരിത രൂപമാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് 4 പ്രസ്താവനകളും ശരിയാണ്. ഇനി ഇത് നിങ്ങൾ പഠിക്കാത്തവര് പേടിക്കൊന്നും വേണ്ട. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് ഇതേ ടെക്സ്റ്റിലെ ഇതേ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷമാണ് ഇത് ചെയ്ത് നോക്കേണ്ടത് ആക്ച്വലി. അപ്പോൾ ഇനി നമ്മൾ ഈ സബ്ജക്റ്റ് എന്തായാലും പഠിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇത്രയുമാണ്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അറിയാൻ പാടില്ലാത്തൊരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇട്ട കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരീക്ഷയും നമ്മൾ നടത്തിയിട്ടുണ്ട്. നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്ത് സഹായിക്കണം. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമുദ്രത്തിൻ്റെ റോമൻ ദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സമുദ്രത്തിൻ്റെ റോമൻ ദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക്, കൂടുതലും പേർക്ക് അറിയാൻ പാടില്ലായിരിക്കും, പക്ഷേ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 2ാമത്തത് നെപ്റ്റ്യൂണിന് പേര് നൽകിയത് അർബൈൻ ലെ വേരിയർ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെപ്റ്റ്യൂണിന് പേര് നൽകിയത് അർബൈൻ ലെ വേരിയർ ആണ്. അടുത്ത 3ാമത്തേത് ദ്രവ്യമാനത്തിൽ സൗരയൂഥത്തിൽ നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം 3ാമതാണ്. ദ്രവ്യമാനത്തിൽ സൗരയൂഥത്തിൽ നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം 3ാമതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം 3ാമതാണെന്നാണ് പറയുന്നത്. ശരിക്കും സൗരയൂഥത്തിൽ വലുപ്പത്തിൽ നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം 4ാമതാണ്. അപ്പോൾ ഇവിടെ തെറ്റിയത് ഈ 4ാമത്തെ പോയിന്റ് ആണ്. 1, 2, 3 ശരിയാണ്. അല്ല, 1, 2, 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ നിങ്ങൾക്ക് 7ാമത്തെ ചോദ്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 പട്ടിക 1. 1ാമത്തെ പട്ടികയിൽ ഓബറോൺ, നീറീഡ്, മിമാസ്, യൂറോപ്പ ഉപഗ്രഹങ്ങളാണ്. 2ാമത്തേൽ അതിൻ്റെ ഗ്രഹങ്ങൾ വ്യാഴം, ശനി, പിന്നെ നെപ്റ്റ്യൂൺ, യുറാനസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓബറോൺ എന്ന് പറയുന്ന യുറാനസിൻ്റെയാണ്. ഇതിപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും പറയണം. ഓബറോൺ എന്ന് പറയുന്നത് യുറാനസിൻ്റെതാണ്. അതായത് 1D ആണ് വരുന്നത്. 1D വരുന്ന ഓപ്ഷൻ ഇവിടെ ഇതേ ഉള്ളൂ അല്ലേ. 1D വരുന്നത് D ഓപ്ഷൻ തന്നെയാണ്. 1D വരുന്നത്. ഓബറോൺ എന്ന് പറയുന്നത് യുറാനസിൻ്റെതാണ്. നെറീഡ് നെപ്റ്റ്യൂണിൻ്റെയാണ്. 2C നെറീഡ് നെപ്റ്റ്യൂണിൻ്റെയാണ് നെറീഡ് എന്ന് പറയുന്നത്. മിമാസ് എന്ന് പറയുന്നത് ശനിയുടെ ഉപഗ്രഹമാണ്. മിമാസ് ശനിയുടെ ഉപഗ്രഹമാണ് മിമാസ്. ഇനി യൂറോപ്പ നിങ്ങൾക്ക് അറിയാൻ പറ്റിയേക്കും. 4A അത് വ്യാഴം ആണെന്ന്. കാരണം നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നോക്കിയേ എല്ലാ ഓപ്ഷനിലും ആ 4A ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, യൂറോപ്പ എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് നോക്കിയേ 4A ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും 4A ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പ വെച്ച് പിടിക്കാൻ നോക്കിയാൽ നടക്കില്ല.
ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് നോക്കിയാൽ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ പഠനം ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വെറുതെ ചെയ്ത് വിടുകയല്ല ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള കുറേ ഇതിനെ ഇഴകീറി പരിശോധിക്കണം, ഇത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയൊക്കെ പഠിക്കണം, തുടർന്ന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ ആണ് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓരോ സബ്ജക്റ്റും എങ്ങനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നാണ് ഈ നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങൾ വിലയിരുത്തി നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്തു പോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എട്ടാമത്തേൻ്റെ നിങ്ങൾക്ക് കിട്ടിക്കാണും നിങ്ങളുടെ ബുക്കിലേക്ക് അത് എഴുതി വയ്ക്കുക. ഒബറോൺ യുറാനസ്, നെറീഡ് നെപ്റ്റ്യൂണ്, മിമാസ് ശനി, യൂറോപ്പ വ്യാഴം. കണ്ട. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക 9ാമത്തെ ചോദ്യത്തിൽ. 1 എ ഓപ്ഷൻ നോക്കുക. ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും ഏറ്റവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും ഏറ്റവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ഇനി ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. അത് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, ശരിയാണ്. അടുത്തത് ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. അത് തെറ്റിപ്പോയി അല്ലേ. ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്നത് വടക്കേ അമേരിക്കയല്ല, അത് യൂറോപ്പാണ്. യൂറോപ്പാണ് ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്നത്. യൂറോപ്പാണ് അല്ലേ, യൂറോപ്പ്. അപ്പോൾ ഇവിടെയാണ് തെറ്റിപ്പോയത്, സി. ഇനി മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണയായി കാണപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്, 9 അടി. അപ്പോൾ തെറ്റിപ്പോയത് സി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവ കാണുക. ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതെല്ലാം? ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതെല്ലാം? ഇതിൽ നോക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ആഫ്രിക്ക ഉണ്ട്, ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ആഫ്രിക്ക ഉണ്ട്. ഏഷ്യ ഉണ്ടെന്നറിയാമല്ലോ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. നമ്മുടെ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഏഷ്യ ഉറപ്പായിട്ടുണ്ട്, ആഫ്രിക്ക ഉണ്ട് അല്ലേ. അപ്പോൾ ഏഷ്യ ഉള്ളത് മാത്രം നോക്കാനാണെന്ന് നോക്കിയാൽ, ഏഷ്യ ഉള്ളത് മാത്രം നോക്കാനാണെങ്കിൽ 2 എല്ലാത്തിലും ഉണ്ടല്ലേ, 2 എല്ലാത്തിലും ഉണ്ട്. അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആഫ്രിക്ക നോക്കാനാണെങ്കിൽ ആഫ്രിക്കയും ആഫ്രിക്ക ഇല്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറയും. ഏഷ്യ ആഫ്രിക്കയും ഉണ്ട്. പിന്നെ തെക്കേ അമേരിക്ക ഇല്ല. തെക്കേ അമേരിക്ക ഇല്ലെന്ന് നമുക്കറിയാം. തെക്കേ അമേരിക്ക ഇല്ല. അപ്പോൾ തെക്കേ അമേരിക്ക ഇല്ല, 3 മൂന്നില്ലാത്തത് ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ മതി. ഈ താഴെ കൊടുത്തിരിക്കുന്നതാണോ ഇന്ത്യൻ മഹാസമുദ്ര അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതെല്ലാം എന്നാണ്. അതിൽ 3 തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് 3 ഓപ്ഷനുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്നത് 1 to 4 എന്നുള്ളതാണ് അല്ലേ. 1 to 4 ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വൻകരകൾ ചോദിച്ചാൽ അത് ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ ഒരു ക്ലാസ് ഇങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈൽ തന്നെയായിരിക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ സാധ്യത. അപ്പോൾ എളുപ്പത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. ചേരുംപടി ചേർക്കുക. അടുത്തതും 2 പട്ടികകൾ കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഗൾഫ് സ്ട്രീം, കുറോഷിയോ പ്രവാഹം, മൊസാംബിക്ക്, ബാഫിൻ, അതേപോലെ അറ്റ്ലാന്റിക്, ആർട്ടിക്, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക്. ഇങ്ങനെ ആ ഓരോ പ്രവാഹങ്ങളും ഓരോ ഉഷ്ണജല ശീതജല പ്രവാഹങ്ങളും അതിനോടൊപ്പം അത് ഏതൊക്കെ സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതൊക്കെ പഠിക്കാതെ ചെയ്യുന്നത് വളരെ പ്രയാസമാണ് കേട്ടോ. നിങ്ങൾ പഠിക്കാതെ ഇത് ചെയ്യാൻ നോക്കിയാൽ വളരെ പ്രയാസം. നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ നമ്മുടെ 8ാമത്തെ സെറ്റ് ചോദ്യങ്ങൾ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗൾഫ് സ്ട്രീം വരുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യൻ, അതായത് 1A വരണം. 1A വരുന്ന ഓപ്ഷൻസ് ഇതുമാണ്. ഗൾഫ് സ്ട്രീം വരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് ഗൾഫ് സ്ട്രീം വരുന്നത്. അടുത്ത കുറേഷ്യോ പ്രവാഹം ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പസഫിക് ആണെന്നുള്ളത് അറിയാൻ പറ്റും. കുറേഷ്യോ പ്രവാഹം കാരണം നമ്മൾ SCRT ടെക്സ്റ്റിൽ അതുണ്ട്. കുറേഷ്യോ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ആ പേരുകൊണ്ട് തന്നെ. കുറേഷ്യോ പ്രവാഹം എന്ന് പറയുന്നത് പസഫിക് സമുദ്രമാണ്. അത് 2D വരുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ 2D വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നോക്കിയാൽ കോമഡിയാണ് കണ്ട. 2D വരുന്ന ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ട് കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് ഏതെന്ന് അവർക്കും അറിയാം, മനസ്സിലായി. അതുകൊണ്ട് അവരെല്ലാത്തിലും 2D ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല.
മനസ്സിലായോ? അപ്പോൾ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രവാഹമാണ്. അതേപോലെ കുറേഷ്യോ പ്രവാഹം എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവാഹമാണ്. ഇനി മൊസാംബിക് പ്രവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടാണ്. മൊസാംബിക് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് 3C എന്ന് പറയുന്ന ഓപ്ഷനാണ്. 3C എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെയും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് അവിടെ അതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം നിങ്ങളെ എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം നിങ്ങളെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പരീക്ഷ എഴുതി മാക്സിമം പുറന്തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ദേശവും എങ്ങനെയും അതിനെ കവർ ചെയ്ത് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുക എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് അവർ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതിന് ഇതൊക്കെ എഴുതി പഠിക്കുക, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കി മാപ്പൊക്കെ വെച്ചിട്ടൊക്കെ പഠിക്കുക ഇത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കാണുമല്ലോ. ഗൾഫ് സ്ട്രീം അല്ലേ, ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് ഓഷ്യനാണ്. കുറേഷ്യോ പ്രവാഹം പസഫിക് ആണ്, പസഫിക് സമുദ്രം. അതേപോലെ മൊസാംബിക് പ്രവാഹം ഇന്ത്യൻ ഓഷ്യനും ബാഫിൻ ദ്വീപ് പ്രവാഹം ആർട്ടിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബാഫിൻ അല്ലെ, അത് ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രം എന്താണ്? ബാഫിൻ ദ്വീപ് ആർട്ടിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്തത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്? ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണം ഫലമായുള്ള അഭികേന്ദ്ര ബലമാണ്. അല്ല, അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അഭികേന്ദ്ര ബലം കൊണ്ടാണ് ഭൂമിക്ക് ജിയോയിഡ് ആകൃതി കിട്ടിയിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, 2 രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ധ്രുവങ്ങളിലാണ്. വളരെ കറക്റ്റാണ്. നമ്മളത് ഇതിന്റെ ബേസിക് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇത് 2 രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ധ്രുവങ്ങളിലാണെന്നല്ലേ. ആ രേഖാംശങ്ങൾ അവിടെ ചെന്ന് ആ ധ്രുവത്തിൽ വന്ന് മുട്ടും അല്ലെ, ധ്രുവത്തിൽ. അപ്പോൾ ധ്രുവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0ആണ്. അത് രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0ആണ്, ധ്രുവങ്ങളിലാണ്. 0 2 രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ധ്രുവങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഓപ്ഷൻ കിടക്കുന്നത് അടുത്ത പേജിലാണ്. അടുത്ത പേജിൽ ഇത് എടുക്കാം. അടുത്ത പേജിലാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കൊടുത്തിരിക്കുന്ന അത് നോക്കാം. മൂന്നാമത്തേത് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 4ാമത്തെ നോക്കുക. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ജോർജ് ഗാമോവ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജോർജ് ഗാമോവ് അല്ലെ, ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ജോർജ് ഗാമോവ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള അയാളുടെ പേരാണ് ജോർജ് ഗാമോവ് അല്ലെ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിലെ 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അത് 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് മിൽക്കി വേ. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ജോർജ് ഗാമോവ് ആണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ 4 പ്രസ്താവനകളും ശരിയാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ SCERT NCERT ടെക്സ്റ്റിൽ ഫാക്റ്റുകളുമായിട്ട് പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്കത് ചെക്ക് ചെയ്തിട്ട് ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 നേടിയത് സേതു ആണ്. 2022 സേതു. ഇതും പത്മപ്രഭ പുരസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി സേതു ആണ്. 2021 കൊടുത്തിട്ടില്ല, കോവിഡ് ആയതുകൊണ്ടായിരിക്കും. 2020 കൊടുത്തിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദനുണ്ട്, ഒരു പി സച്ചിദാനന്ദനുമുണ്ട്. ഈ കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് ഇദ്ദേഹം കവിയാണ്. ആ കവി എന്ന് ഓർത്താൽ മതി. കെ സച്ചിദാനന്ദൻ കവി അല്ലെ. അപ്പോൾ 2022 സേതുവിനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2020 കെ സച്ചിദാനന്ദനും 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം UA ഖാദറിനാണ്. 2018 NS മാധവനാണ്. അപ്പോൾ 2022 സേതു അല്ലെ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സേതു ആണ്. 2020 കെ സച്ചിദാനന്ദനാണ്. 2019 UA ഖാദർ, 2018 NS മാധവൻ എന്നിവർക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2022 തന്നെയാണ്. നോക്കുക. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ അമെൻമെൻറ്റുകളാണ്
അമൻമെൻറ്റുകളാണല്ലേ, ഇതുവരെ 106 അമൻമെൻറ്റുകളാണ് 2023 വരെ ഭരണഘടന അമൻമെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഭേദഗതികൾ ഉണ്ടായിട്ടുള്ളത് 106 എണ്ണമാണ്. ഭേദഗതികളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഓരോ വർഷം ഓരോ അമെൻമെൻറ്റുകളെ നടന്നിട്ടുള്ളൂ എന്നുള്ളത് ഭാഗ്യമാണല്ലേ. ഉദാഹരണത്തിന് 2017 ഒരെണ്ണേ നടന്നിട്ടുള്ളൂ, 18, 19, 20, 21 വരെ. 2021 വരെ ഓരോ അമെൻമെൻറ്റുകളാണ് നടന്നതെന്ന് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2017 മുതൽ 2021 വരെ ആ ഓരോ വർഷങ്ങൾ 5 വർഷങ്ങളുണ്ട്. ഈ 5 വർഷങ്ങളിൽ 5 അമെൻമെൻറ്റുകളാണ് നടന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പം 5 അമെൻമെൻറ്റാണ് 5 വർഷങ്ങളിലായിട്ട് ഓരോന്ന് വെച്ചിട്ട് 5 അമെൻമെൻറ്റാണ് നടന്നതെന്ന് മനസ്സിലായല്ലോ. ആ 5 എന്നുള്ള നമ്പറുകൾ തന്നെയാണ് ക്രമത്തിൽ വരുന്നത്. കണ്ട, 2017 തൊട്ടാണ് ഓരോന്ന് വെച്ചിട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2017 ഒന്നാമത്തെ അമെൻമെൻറ്റ്, 2018 രണ്ടാമത്തെ അമെൻമെൻറ്റ്, രണ്ടെന്ന് ഞാനത് ഒന്നാമത്തെ അല്ല, ആക്ച്വലി 2017 ഒന്നെന്ന് സൂചിപ്പിക്കുന്ന ഈ ലാസ്റ്റ് ഡിജിറ്റാണ് കേട്ടോ ഞാൻ. അപ്പോൾ 2017 ഒന്നാമത്തെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന 101ാമത്തെ അമെൻമെൻറ്റാണ്, 101ാമത്തെ അല്ലേ. 2018 102ാമത്തെ അമെൻമെൻറ്റാണ്, 2019 103ാമത്തെ അമെൻമെൻറ്റ്, 2020 104ാമത്തെ അമെൻമെൻറ്റ്, 2021 105ാമത്തെ അമെൻമെൻറ്റ്. കണ്ട, അപ്പോൾ 17, 18, 19, 20, 21 വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 എന്ന് കാണും. അപ്പോൾ കണ്ട, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഇപ്പോൾ 2018 നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം 2017 101, 2017, അപ്പോൾ 102 2018, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാൻ ഇനി പറ്റും. ഇനി 105 വരെ നിങ്ങൾ പഠിച്ചു. ഇനി 2022 അമെൻമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ കോവിഡ് ആയിരുന്നെന്ന് വെറുതെ സങ്കല്പിക്കാൻ 2022. പക്ഷേ ഇനി 106ാമത്തെ അമെൻമെൻറ്റ്, ഇത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടല്ലോ. നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് 106ാമത്തെ അമെൻമെൻറ്റ്. അത് 2023 ഓർത്തിരിക്കുക കേട്ടോ. 2023 അമെൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അമെൻമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന്, ഇപ്പോൾ അമെൻമെൻറ്റുകൾ ഏതൊക്കെ വർഷമാണ് വന്നതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു അല്ലേ. എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു. എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 2017 നടന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്ന് പറയുന്നത് GST ആണ്. GST അല്ലേ, GSTയുടെ അമെൻമെൻ്റ് ആണ് 2017 101ാം അമെൻമെൻറ്റ് അല്ലേ. 101ാം അമെൻമെൻറ്റ് GSTയെ കുറിച്ചിട്ടാണ്. 101ാം അമെൻമെൻറ്റ് GSTയെ കുറിച്ചിട്ടാണ്. 102ാമത്തെ അമെൻമെൻറ്റ് അത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച അമെൻമെൻ്റ് ആണ്. 102ാമത്തേത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച അമെൻമെൻ്റ് ആണ് 102ാമത്തേത്. 103ാമത്തേത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതാണ്. ഈ 10% സംവരണം എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് 103ാമത്തെ അമെൻമെൻറ്റ് 2019 കേട്ടോ. 2019 അടുത്ത 104ാമത്തെ അമെൻമെൻറ്റ് 2020 104ാമത്തെ അമെൻമെൻറ്റ് അതും കിട്ടി. ഈ 4 എന്ന് പറയുന്നത് അല്ലെ, 4 ഈ രണ്ടും കൂടെ കൂട്ടിയാൽ 4 കിട്ടും അല്ലേ. 4 എന്ന് പറയുന്നു 4. അപ്പോൾ 104ാമത്തെ അമെൻമെൻറ്റ് അത് നിയമനിർമ്മാണ സഭകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. 2020 തൊട്ട് 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. അതിനോടൊപ്പം ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള റിസർവ്ഡ് സീറ്റ് നിർത്തലാക്കി അല്ലെ. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നിയമിക്കാറുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആംഗ്ലോ നിയമസഭ, സംസ്ഥാന നിയമസഭയിലേക്കും ലോകസഭയിലേക്കൊക്കെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നിയമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള റിസർവ്ഡ് സീറ്റ് നിർത്തലാക്കിയതാണ് ഇതും 104 തന്നെ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിയമനിർമ്മാണ സഭകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് 104ാം ഭേദഗതിയാണ്. അതുപോലെ ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള റിസർവ്ഡ് സീറ്റ് നിർത്തലാക്കിയത് 104ാം ഭേദഗതിയാണ്. ഇനി 105ാം ഭേദഗതി എന്താണ് പറയുന്നത് നോക്കുക. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്കുള്ള അധികാരം പുനഃസ്ഥാപിച്ചു കൊടുത്തതാണ് 105ാമത്തെ ഭേദഗതി. നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യത 105ാമത്തേതായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കണം. പിന്നെ 106ാമത്തെ ഭേദഗതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭേദഗതി ഇതാകും. 106ാമത്തെ ഭേദഗതി ഇതെന്താ, ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി അസംബ്ലി എന്നിവയിൽ 3/1 സീറ്റുകളിൽ നിയമം നിലവിൽ വരുന്നത് മുതൽ 15 വർഷത്തേക്ക് വനിതകൾക്ക് സംവരണം.
അതാണ് കേട്ടോ വനിതകൾക്ക് സംവരണം. അപ്പോൾ ഇതിൽ ഈ കൊടുത്ത കൂട്ടത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന 106ാമത്തെ ഭേദഗതി ആയിരിക്കാനാണ് സാധ്യത. ഈ 106 അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ 101 GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, GST. അപ്പോൾ 106 എന്താണ് പറയുന്നത്? ലോകസഭ സംസ്ഥാന നിയമസഭകൾ അല്ലെ, ലോകസഭ സംസ്ഥാന നിയമസഭകൾ, അതേപോലെ ഡൽഹി അസംബ്ലി എന്നിവയിൽ 1/3 സീറ്റുകളിൽ നിയമം നിലവിൽ വരുന്നത് മുതൽ, ഈ നിയമം നിലവിൽ വരുന്നത് മുതൽ 15 വർഷത്തേക്ക് വനിതകൾക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ച ഭേദഗതിയാണ് 106ാം ഭേദഗതി. സാധ്യത 106ാം ഭേദഗതി ചോദിക്കാനാണ്. നോട്ട് ചെയ്യുക. അപ്പോൾ ഭേദഗതികൾ നമ്മൾ പഠിച്ചു അല്ലേ. അടുത്ത 13ാമത്തെ പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 13ാമത്തെ പ്രസ്താവന ടൈപ്പ് ചോദ്യം എന്താണ് പറയുന്നത് നോക്കാം. 13ാമത്തെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഒളിമ്പസ് മോൺസ് എന്നാണ് പറയുന്നത്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഒളിമ്പസ് മോൺസ് എന്നാണ്. ഇത് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഈ ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറയുന്നത് മാക്സ്വെൽ മോൺസ് ആണെന്നറിയാം. മാക്സ്വെൽ മോൺസ് അല്ലെ, മാക്സ്വെൽ മോൺസ് എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. മാക്സ്വെൽ മോൺസ്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഒളിമ്പസ് മോൺസ് അല്ല, മാക്സ്വെൽ മോൺസ് ആണ് കേട്ടോ. മാക്സ്വെൽ മോൺസ്. അപ്പോൾ ആദ്യത്തേത് തന്നെ തെറ്റിപ്പോയി. ഇനി അടുത്ത രണ്ടാമത്തത് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശരിയാണ്, പ്രസ്താവന ശരിയാണ്. അടുത്തത് രാത്രിയിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കം കൂടിയ ആകാശഗോളമാണ് ശുക്രൻ. അത് ശരിയാണ്. നമ്മൾ ഇത് പഠിച്ച കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ രാത്രി പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ട് അല്ലേ ശുക്രനെ കാണാൻ. നമുക്കറിയാം ഏറ്റവും തെളിച്ചമുള്ള ഗ്രഹമാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹമായിട്ട് കാണാറുണ്ട്. ഇനി 4 സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഭ്രമണകാലയളവുള്ള ഗ്രഹമാണ് ശുക്രൻ അല്ലെ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നാമത്തെ മാത്രമാണ് തെറ്റിപ്പോയിട്ടുള്ളത്. ബാക്കി 2, 3, 4 എന്നത് ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് അതും ചോദിക്കുന്നത്. ഒരു കലണ്ടർ മാസത്തിൽ കാണുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രന് പറയുന്ന ആലങ്കാരിക നാമമാണ് ബ്ലൂ മൂൺ. ശരിയാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ബ്ലൂ മൂൺ ഒരു കലണ്ടർ മാസത്തിൽ തന്നെ കാണുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രന് പറയുന്ന ആലങ്കാരിക നാമമാണ് ബ്ലൂ മൂൺ. എനിക്ക് മലയാളത്തിൽ ഇതിനെന്തോ പൗർണമി അങ്ങനെ എന്തോ ആണ് പറയുന്നത് തോന്നുന്നു. പൗർണമി അല്ലെ. ഒരു കലണ്ടർ മാസത്തിൽ കാണുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രന് പറയുന്ന ആലങ്കാരിക നാമമാണ് ബ്ലൂ മൂൺ. ഇനി രണ്ടാമത്തേത് നോക്കാം. ചന്ദ്രന്റെ വിടുതൽ പ്രവേഗം, അതായത് പലായന പ്രവേഗം എന്നാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ചന്ദ്രന്റെ പലായന പ്രവേഗം അല്ലെങ്കിൽ വിടുതൽ പ്രവേഗം 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. 2.38 കിലോമീറ്റർ പ്രതി സെക്കൻഡ് ആണ് അല്ലെ. അത് ശരിയാണ് അല്ലെ. അത് ശരിയായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അടുത്തത് നോക്കുക. സൗരയൂഥത്തിലെ മൂന്നാമത്തെ പോയിന്റ്, സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 4ാമതാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ അത് 4ാമതല്ല, ചന്ദ്രന്റെ സ്ഥാനം 5 ആണ് കേട്ടോ. 5ാം സ്ഥാനമാണ്. അപ്പോൾ ഇത് തെറ്റിപ്പോയ ഒരു പോയിന്റ് ആണ്. എന്താണ്? സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 5 ആണ്. അടുത്ത 4ാമത്തേത് നോക്കുക. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ് 5.16 ഡിഗ്രിയാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ് 5.16 ഡിഗ്രിയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റിപ്പോയത് 3 മാത്രമാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു 15ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ആ ചോദ്യം. തെറ്റായ പ്രസ്താവന ഏത് നോക്കാം. 15ാമത്തേതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ 1ാമത്തെ പ്രസ്താവന നോക്കുക. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് ട്രോപ്പോപാസ്. ശരിയാണ്. ഇത് പഠിച്ചതൊക്കെ ബേസിക് ആണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് ട്രോപ്പോപാസ്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ്. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരിയാണ്. ഇനി അടുത്തത് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതെങ്ങനെ ശരിയാവും? അത് ശരിയല്ല അല്ലേ. ഇത് നമ്മൾ ബേസിക് ഐഡിയ ആണ്. ഇത് ശരിയല്ലെന്നറിയാം. നമുക്കറിയാം അത് മിസോസ്ഫിയർ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ബേസിക് ആണ് അല്ലേ, പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് പഠിച്ചിട്ടില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഇത് പഠിക്കാതെ പോകരുത്. കാരണം അന്തരീക്ഷം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഭൂമിയുടെ സ്ട്രക്ചർ ഇപ്പോൾ അടുത്തിടയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ. അതേപോലെ കാറ്റ്, ഭൂരൂപങ്ങൾ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ.
അപ്പോൾ ഇവിടെ തെറ്റിപ്പോയത് സി ആണ്. ഇനി ഡി നോക്കാം. നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റിപ്പോയത് സി മാത്രമാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത പോയിന്റും അത് തന്നെയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 16 ഒന്നാമത്തെ പ്രസ്താവന, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. എന്താണ്? ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? അടുത്തൊരു പ്രസ്താവന നോക്കുക. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നത്. ശരിയാണ്. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നത്. അടുത്ത് നോക്കുക. ഹരിതഗ്രഹ വാതകങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷമാണ് 1997. അത് ശരിയാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ 97 അല്ലേ? അത് എന്തിനെതിരെയാണ്? ഹരിതഗ്രഹ വാതകങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പാണ് അല്ലേ? ഇനി 4ാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കിയേ. ആഗോളതാപനത്തിന് കാരണമായ മുഖ്യവാതകമാണ് കാർബൺ മോണോക്സൈഡ് അല്ലേ? ചിലർ ഇതെല്ലാം വായിക്കുന്ന ഒരു മൂച്ചിൽ ഇതും ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ ഇതായിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യത. അതായത് 4 ഓപ്ഷനും ശരിയാണെന്ന് വിചാരിക്കും. പക്ഷേ നമുക്കറിയാം 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. പകരം ഈ ആഗോളതാപനത്തിന് കാരണമെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ഇവിടുത്തെ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരെണ്ണം വായിച്ചു നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയേക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് അല്ല, തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയേക്കും അല്ലേ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആഗോളതാപനത്തിന് കാരണമായ മുഖ്യവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലാതെ കാർബൺ മോണോക്സൈഡ് അല്ല അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ബാക്കി ചോദ്യങ്ങൾക്ക് പോകാൻ നമ്മൾ തീരാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1, പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ്. പസഫിക് സമുദ്രത്തോട് ചേർന്നിട്ടാണ്. ഇത് അറിയാൻ പാടില്ലാത്തവർ പഠിച്ചു പോവുക. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്തവർ പഠിച്ചു പോവുക. പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവ. ഇനി അടുത്ത 2ാമത്തെയും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവ. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തോടാണ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തോട് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവയാണ്. ഇനി അടുത്ത 3ാമത്തെ പോയിന്റ് നോക്കാം. 3ാമത്തേത് അന്റാർട്ടിക് ആണ്. അന്റാർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവ. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. 4ാമത്തേത് ആർട്ടിക് സമുദ്രത്തോട് ചേർന്നിട്ടുള്ള, ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആർട്ടിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളാണ് വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവ. കേട്ടോ, ഇത് 4 പ്രസ്താവനകളും ശരിയാണ്. അറിയാൻ പാടില്ലാത്തവർ ബുക്കിലേക്ക് നോട്ട് ചെയ്യണം. അടുത്ത 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 18ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 18ാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടിജിയസ് സോൺ എന്നാണ് കേട്ടോ. കണ്ടിജിയസ് സോൺ എന്നാണ് അങ്ങനെ പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേര് കണ്ടിജിയസ് സോൺ എന്നാണ്. കണ്ടിജിയസ് സോൺ. ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായ സംശയം അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊള്ളും. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യയുടെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യക്ക് പൂർണ്ണ അധികാരമുള്ള ഭാഗമാണ്. 12 നോട്ടിക്കൽ മൈൽ വരെ. അതായത് അങ്ങനെയാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെ ആ ഒരു തീരത്ത് നിന്നും അല്ലെ പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം എന്ന് പറയുന്നത് തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയാണ് സമുദ്രത്തിൻ്റെ അല്ലെ. അപ്പം ഇവിടെ പറയുന്നത് എന്താ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് കണ്ടിജിയസ് സോൺ? ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രപ്രദേശത്തെ പറയുന്ന പേരാണ് കണ്ടിജിയസ് സോൺ എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ പറയുന്നത് ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണെന്നാണ്, അല്ലേ? 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ നോക്കുക. 18 നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണെന്നാണ്. തെക്കേ അമേരിക്ക, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 18ൽ 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഇതാണ് 18, ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നുള്ളതാണ് ഓപ്ഷൻ. അടുത്ത 19 നമ്മൾ ലാസ്റ്റത്തെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയായ പ്രസ്താവനകൾ, അല്ലെ? ശരിയായ പ്രസ്താവനകളാണ്. ലോകത്തെ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ആമസോൺ, അല്ലെ? ലോകത്തെ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ആമസോൺ. അത് അറിയാവുന്നൊരു പോയിന്റാണ് എല്ലാവർക്കും. അത് ശരിയാണ്. അടുത്തത്, ആമസോൺ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന രാജ്യം ബ്രസീലാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 3ാമത്തേത്, ആമസോൺ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. അത് തെറ്റിപ്പോയല്ലേ, കാരണം മെഡിറ്ററേനിയൻ കടലിലല്ല, പകരം അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് പതിക്കുന്നത് കേട്ടോ, മെഡിറ്ററേനിയൻ കടലിലല്ല. അപ്പോൾ തെറ്റിപ്പോയ ഒരു പോയിന്റ് 3ാമത്തേതാണ്. അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ തടപ്രദേശമുള്ള നദിയാണ് ആമസോൺ. ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയത് 3ാമത്തെ പ്രസ്താവന മാത്രമാണ്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ് എന്നുള്ളത് ഡി ഓപ്ഷനാണ്. 1, 2, 4 ശരിയാണ്. ഡി ഓപ്ഷൻ. അപ്പോൾ അടുത്ത നമുക്ക് പോയിന്റ് നോക്കാം. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെയും ചോദിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഇവിടെയും ചോദിക്കുന്നത്. 1ാമത്തെ നോക്കുക. തെക്കേ അമേരിക്കയിലെ പ്രശസ്തമായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് ആൻഡീസ് പർവ്വതനിരകളിലാണ്, അല്ലേ? തെക്കേ അമേരിക്കയിലെ പ്രശസ്തമായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് ആൻഡീസ് പർവ്വതനിരകളിലാണ്. ഇത് ശരിയാണ് പ്രസ്താവന. 2ാമത്തേത്, മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം, അല്ലെ? എന്താണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതമാണ് സ്ട്രോംബോളി. മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതമാണ് സ്ട്രോംബോളി. ശരിയാണ്, പ്രസ്താവന ശരിയാണ്. അടുത്ത 3ാമത്തേത്, കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ശൈലവൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്ത ഡി നോക്കുക. പൈറനീസ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന വൻകര യൂറോപ്പാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് യൂറോപ്പ് അല്ല. പൈറനീസ് പർവ്വതനിരകൾ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലാണ് പൈറനീസ് പർവ്വതനിരകൾ, ആഫ്രിക്ക. അപ്പോൾ നോക്കുക, 20 ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞു, അല്ലെ? 20ൽ ഡി എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഉത്തരങ്ങളുണ്ടല്ലോ, അത് ഇതിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ട ഉത്തരങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. നിങ്ങളെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്